ആദ്യമായി പാടാൻ പോകുന്ന ഒരു പാട്ട് കർത്താവിന്റെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ടുള്ള പാട്ടാണ്. നമ്മൾ ആ പാട്ട് പാടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇതുകൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. അവൻ ആഗ്രഹിക്കുന്ന സൗന്ദര്യമില്ല. അവൻ മനുഷ്യരെ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചുകളെന്ന ഗുണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും ദണ്ഡിപ്പിച്ചിരിക്കണം വിചാരിച്ചു. എന്നാൽ നമ്മുടെ അതിക്രമ നിമിത്തം അവൻ മുറിവേറ്റും, നമ്മുടെ വൃത്തികൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. പ്രിയമുള്ളവരെ, ജീവിതം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഇന്നുകൂടെ ഒരു പ്രഭാതം കൂടെ വിശുദ്ധ പ്രഭാത ദിവസങ്ങൾ ദൈവം നമ്മളെ കൊണ്ടുവന്നു. വളരെ അപകടങ്ങൾ രോഗദുഃഖത്തിൽ ലഭിച്ച് യേശു ജീവിക്കുന്ന ആയതിനാൽ ഞാനും ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലാതെ മറ്റൊന്നും നമുക്ക് കൊണ്ടുവരില്ല. നമുക്ക് ചേർന്ന് വളരെ ഹൃദയ ഭാരത്തോടു കൂടി നമുക്ക് പാടാം. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധിയിൽ വരുന്ന ഞാൻ. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധി വരുമേ. എന്റെ
എന്റെ രോഗം നീ വഹിച്ചു, എന്റെ ശാപം നീ തീർന്നു. എന്റെ രോഗം നീ വഹിച്ചു, എന്റെ ശാപം നീ തീർന്നു. ദൈവം നമ്മുടെ സമർപ്പണം സ്വർഗത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. നിനക്കായി ഞാൻ ഇനിയും ജീവിക്കും. നേരത്തെ ജീവിച്ചതിനപ്പുറമായിട്ട് ഒരു പുതിയ തീരുമാനത്തോട്, ഒരു പുതിയ പ്രതിഷ്ഠയോട്. പ്രിയമുള്ളവരെ, നമുക്കിനി ദിവസങ്ങൾ അധികമില്ല. നിങ്ങൾ അറിഞ്ഞ ഒരു സംഭവം ഞാൻ ഒരു മിനിറ്റ് കൊണ്ടെന്ന് പറയട്ടെ. മാസങ്ങൾക്ക് മുമ്പാണ് ഒരു പൈതല് വിവാഹം കഴിച്ചിട്ട് ഗൾഫിൽ പോയി അവരുടെ ഭാര്യയെ കാണാനായിട്ട് വീട്ടിൽ ആരെയും അറിയിക്കാതെ ശനിയാഴ്ച വൈകിട്ട് വീട്ടിൽ വന്നു. സ്തോത്രം. ഞായറാഴ്ച സഭായോഗത്തിന് പോകാനായിട്ട് ഒരുങ്ങി ചർച്ചിൽ നേരത്തെ ചെന്ന് പുതിയ പാസ്റ്ററുമായിട്ട് പരിചയപ്പെട്ടു, ആരാധനയ്ക്കിരുന്നു. എന്നിട്ട് സാക്ഷ്യ സമയത്ത് ആ പൈതലൊരു പാട്ട് പാടി, വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നത് അവിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രാമദേശത്ത് ചേർന്നു. ഞാൻ അവിടെ കുഴഞ്ഞു വീണ് മരിച്ചു.
പ്രിയമുള്ളവർ, നിങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ അവരുടെ ഗുണങ്ങൾ കിടപ്പുണ്ട്. നമുക്ക് എങ്ങും പോകാൻ അനിശ്ചിതത്വമില്ല. ചർച്ചയിൽ വന്നിട്ട് തിരിച്ചു പോകാൻ ഒക്കത്തില്ല, സ്കൂളിൽ പോയി തിരിച്ചു വരാൻ ഒക്കുമെന്ന് അറിയുന്നില്ല, ജോലിക്ക് പോയാൽ തിരിച്ചു വരാൻ അറിയാൻ ഒക്കുന്നില്ല. സംഭവങ്ങൾ എൻ്റെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. 1 മണിക്കൂർ പറയത്തേക്ക് പോലെ ഒരു കൊച്ചുകുഞ്ഞ് രാത്രി എണീച്ച് പോകാൻ പ്ലെയിൻ ക്ലോട്ടായി 30 ലക്ഷം രൂപ വേണം അവർ എവിടെ നിന്നുണ്ടാക്കും. ആവശ്യങ്ങളുടെ സമൃദ്ധിയിൽ പാപത്തലങ്ങൾ അനവധിയായി ഓടി നടന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നമ്മുടെ ഉള്ളം കയ്യിൽ കാത്തു സൂക്ഷിക്കുന്ന പരിപാലിക്കുന്ന ആദ്യമായിട്ട് നമ്മുടെ ഏശാത്തത് കൊണ്ട് നമ്മളൊന്നും ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുമ്പോൾ കർത്താവിന്റെ ഒരു കരുതൽ ഉള്ളതുകൊണ്ടാണ്. നിന്നെ വിളിക്കുകൊണ്ടല്ല, കഴിവുകൊണ്ടല്ല, ദൈവസന്നിധി കാണുന്നുണ്ട്. നിലവിളിക്കേണ്ട സമയം കൂടുതലായിട്ട് ചുമക്കേണ്ട സമയം ആ കുറേക്കാരനെ പോലെ അവരുടെ കുറിച്ചിന്റെ ഒരു സൈഡെങ്കിലും ഒന്ന് വെക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്ന വീട് നമുക്ക് ചേർന്ന് വേണം. അവനാണ് നമ്മുടെ പത്രിയൻ. അവനെപ്പോൾ സുന്ദരൻ ആരുമില്ല. അവനെ നമ്മൾ കണ്ടിട്ടേ പോകാവൂ. അവനെ നേരിൽ കണ്ടിട്ട് നമുക്ക് പോകാം. വീട് നമ്മൾ പാടി ആരാധിക്കാം. എൻ പ്രിയനെ പോലെ സുന്ദരൻ ആലയില്ലെങ്കിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുന്നില്ല. മേളിലും ആകാശത്തിലും ഭൂമിയിലും ഭൂമിക്ക് താഴെയും അങ്ങനെ ആളില്ല. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും ചേർന്ന് പാടാം. പ്രിയനെ പോൽ സുന്ദരനായ കാണുന്നില്ല, മേലാലും കാണുന്നില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായ കാണുന്നില്ല, മേലാലും കാണുകയില്ല. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര മാനിക്കുമോ
വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടന്നേ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടന്നേ. സുന്ദരം മനോഹരം നിന്നെ പിരിഞ്ഞി ലോകയാത്ര സന്തോഷത്തോടെ സമാധാനത്തോടെ വരുത്തോടെ ഓ സന്നിധി യാതൊരു നന്മയുമില്ല. നിങ്ങളെ സ്നേഹിക്കുന്നവർക്കും യാതൊരു നന്മയില്ല. കള്ളത്തിനില്ല. നിന്നെ സൂക്ഷിച്ച് പഴുത്തപ്പെടുത്തുവാൻ സ്വർഗത്തിൽ മാലാഖമാരെ കണ്ടുകൊണ്ട് പാദങ്ങൾ കൂടി കണ്ടുകൊണ്ട് പരിശുദ്ധൻ 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 എന്ന് വിളിക്കുമ്പോൾ നമുക്ക് അവരോട് ചേർന്ന് വിളിക്കുവാൻ ദൈവമേ നീ ഈ സായങ്ങളിൽ മനോഹരമായ പ്രഭാതത്തിൽ ഞങ്ങളെ സ്തുതിക്കുന്നു. ഇവിടെ നമ്മുടെ ശിശുക്കളെല്ലാം തിരിച്ചായിട്ട് മാനവത്വം നീരെടുക്കണമേ. പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നിരന്തരമായി വിവിധ വിഷയങ്ങളുമായി ഈ വ്യാഴ്ച ആയിരം സ്ഥലങ്ങളിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കുകയും നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ നൽകി അവർ നമ്മെ പരിപാലിക്കുകയും വീണ്ടും പോകാമായിരുന്ന സ്ഥാനം വിചാരിച്ചതായ സ്ഥാനം കർത്താവ് പിന്നെയും നമ്മെ അവശേഷിപ്പിച്ച് ജീവനുള്ളവരുടെ ദേശത്ത് വെച്ച് ജീവനുള്ള ദൈവത്തെ മുഖപ്പെടുത്തുവാൻ നമ്മുടെ ദൈവമായ കർത്താവിന് നന്ദി കരയറ്റുവാൻ ബഹുമാനം നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന ആരാധനയിലൂടെ നൽകുവാൻ
ദൈവത്തിന് കർത്താവ് നമുക്ക് കൃപ ചെയ്യുവാനും ക്രൂശിനെ കാണുന്നവരായി അവരുടെ പാദങ്ങളെ ചുംബിക്കുന്നവരായി കാൽവരുടെ ഉന്നതങ്ങളിലേക്ക് കണ്ണുകളെ ഒരുക്കുന്നവരായി ആമേൻ. അവന്റെ കാലിൽ കർത്താവിന് വേണ്ടി ഒന്ന് ജയിലിരിക്കുന്നു എന്നോർത്ത് കർത്താവേ, ഈ വിഷയങ്ങളാണ് ഞാൻ നിന്റെ സന്നിധിയിൽ എന്റെ വിഷയങ്ങളുടെ മേൽ പ്രവർത്തിപ്പാൻ നിനക്ക് കഴിയും. എന്റെ പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ ദൈവമേ നിനക്ക് കഴിയും. ആമേൻ. നീ ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരെയാണ്. ദൈവത്തിന്റെ ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവേ, ഒരു സ്ഥാനത്ത് പോലും ഞങ്ങൾ പരാജയപ്പെടുവാനോ തകർന്നുവാനോ ദൈവമേ നീ അനുവദിച്ചില്ല എന്നുള്ളത് ഞങ്ങൾ കർത്താവേ സന്തോഷം നൽകുന്നുവെന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തെ പിന്നെയും സ്തുതിക്കാം. നമ്മുടെ ശരീരത്തിലെ പ്രശ്നങ്ങൾക്ക് അവൻ മതിയായവനാണ്, മനസ്സിലെ പ്രശ്നങ്ങൾക്ക് ഭാരങ്ങൾക്ക് അവൻ മതിയായവനാണ്, ജീവിതത്തിലെ ക്ലേശങ്ങൾക്ക് അവൻ മതിയായവനാണ്. വിശ്വാസവും പ്രത്യാശയും വർദ്ധിപ്പിച്ച് അവന്റെ ആത്മനിറവിന്റെ ആരാധനയിൽ നമ്മെ നമുക്ക് ഇടയാക്കേണ്ടതിന് അവൻ മതിയായവനാണ്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തിരിച്ചു വരുന്ന ദൈവം നമ്മുടെ മധ്യത്തിലുണ്ടവൻ നമ്മുടെ മധ്യത്തിലുള്ളാവിക്കൊണ്ടിരിക്കുന്നു. അവനെ തൊടും എന്നുള്ളതാണ് ഇന്ന് പകരം വിടുതലുടെ ആധാരം. ആ വിശ്വാസത്താൽ ഈ യേശുവിനെ സ്പർശിക്കും. ആമേൻ. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആരുടെ രോഗസൗഖ്യത്തിന് വേണ്ടി അവർ യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പെങ്കിലും തൊടും എന്ന് അവരുടെ ഹൃദയത്തിൽ തീരുമാനിക്കും. അങ്ങനെ തൊട്ടാൽ ദൈവത്തിന് സ്തോത്രം, എനിക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞ സ്ത്രീയെ പോലെ യേശുവിനെ തൊട്ടാൽ ആണ് എനിക്കത് അത് മതിയായ വിഷയമാണ്. യേശുവിനെ തൊട്ടാൽ എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. അവങ്കൽ ശക്തിയുണ്ട്, അവങ്കൽ നിന്ന് ശക്തി എന്നിലേക്ക് പ്രവഹിക്കും. ആമേൻ. ഞാൻ അവനാൽ നിറയും. ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണെന്നുള്ള ബോധത്തോടെ ആമേൻ. ഒരു രോഗം ഒരു ഭാരവും നമ്മെ കീഴ്പ്പെടുത്താറുണ്ട്. നമ്മെ സൂക്ഷിപ്പാൻ കഴിവുള്ള ദൈവത്തിങ്കൽ വിശ്വാസത്തോടെ ദൈവത്തിന്റെ പ്രൈസ് ദി ലോർഡ് ജീസസ്. ആമേൻ. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം. Amen. Praise the Lord Jesus. I request Cheryl to lead us in prayer. Praise the Lord. Hallelujah. Sotram. യുവജനങ്ങളുടെയും അധ്യധ്വാനം ചെയ്യുന്ന ദൈവത്തിന്റെ ദാസനും കുടുംബവുമാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ മധ്യത്തിൽ വന്ന് ശുശ്രൂഷിച്ചു. ഇന്ന് പകൽക്കാലവും നമ്മുടെ മധ്യത്തിൽ ഇംഗ്ലീഷ് ആരാധനയ്ക്ക് ശേഷം തന്നെ ദൈവം നടത്തുന്നതോടെ നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്നതാണ്. ആ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞുമോൻ ഫ്രം അടൂർ, അദ്ദേഹം ഇവിടെ ആയിരിക്കുന്നു. ജോൺ ലൂക്കോസ്, സിസ്റ്റർ കുഞ്ഞുഞ്ഞമ്മ, അവർ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇവിടെ വിസിറ്റ് ചെയ്യാനിടയായിട്ടുള്ളത്. അതിനെക്കുറിച്ച് അവർ നിങ്ങളോട് പിന്നീട് സംസാരിക്കുന്നതാണ്. ആമേൻ. Baranian and family came back from India. Amen. Continue to pray for them. ആമേൻ. പ്രാർത്ഥന അവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ, സമാധാനിപ്പിക്കട്ടെ. സിസ്റ്റർ സലോമ, ബറാനിയൻ, ലിയ, ഇവരെ ദൈവസ്കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ആഴ്ച ജോൺ ലൂക്കോസ് നാട്ടിൽ കടന്നുപോയി മടങ്ങി വന്നു. അവിടെ നടന്ന വിവാഹത്തിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് സഭയെ റെപ്രസെന്റ് ചെയ്ത് മടങ്ങി വരുവാൻ ദൈവം എനിക്ക് കൃപ കൊടുത്തു. യാത്രകളിൽ ഈ ദൈവ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിച്ചു. ഇന്ന് പകരം നാട്ടിൽ കടന്നു പോകുന്നതുകൊണ്ട് അവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് പിന്നെ ഈ ദിവസങ്ങളിലായിരിക്കാൻ കർത്താവ് ദാസൻ പാസ്റ്റർ ജോൺ ഐസക് മുമ്പോട്ട് കടന്നു വന്നിപ്പോൾ സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ദിവസത്തിൽ എഴുന്നേറ്റ് നിന്ന് സങ്കീർത്തനം 16-ാമത്തെ സങ്കീർത്തനം നമുക്ക് കാണാതറിയാവുന്ന നമ്മളിന്നും പ്രഭാതത്തിൽ ധ്യാനിക്കുന്ന ഒരു സങ്കീർത്തനമാണല്ലോ. Psalm 60 നമ്മൾ വാക്യം 10-11 വാക്യങ്ങൾ നമുക്കൊന്നിച്ചു വായിക്കാം. Psalm 60. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ
അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭവമായി വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദുരിതം കാണാൻ സമ്മതിക്കുകയില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷം നിർഭരതയും നിന്റെ വലത്ത് ഭാഗത്തു നിന്നും പ്രബോധനമുണ്ട്. പ്രേസ്തലോട് നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്കൊരു ഹല്ലേലൂയ പറയാം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. കാരുണ്യവാനും നിത്യനുമായ നിങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ വിശുദ്ധ പ്രഭാതത്തിന് കർത്താവേ, സങ്കീർത്തനവുമായി കർത്താവേ, നിന്റെ സന്നിധായിപ്പാൻ ഞങ്ങളെ നീ സഹായിച്ച നിന്റെ വലിയ ദയയ്ക്കായി, കരുണയ്ക്കായി, സ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നപ്പാ. യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് കർത്താവേ, നീ ഞങ്ങളെ കരുതുന്ന ബുദ്ധികൾക്കായി കർത്താവേ, നീ ഞങ്ങളുടെ പരിപാലകനായിരിക്കാതെ സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങളുടെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്കായിരിക്കാൻ കർത്താവെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവേ. കർത്താവെ, നീ ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്ന ദൈവം നീ ആയിരിക്കാതെ ഞങ്ങൾ ഈ ലോകത്തിന്റെ വഴിയെ പോകാതെ കർത്താവെ, ഓരോ ദിവസവും നീ ഞങ്ങൾക്ക് ബുദ്ധിയും ആലോചനയും പറഞ്ഞു തന്ന് കൈക്ക് പിടിച്ച് വഴി നടത്തുന്ന വലിയ ദൈവമായിരിക്കാതെ സ്തോത്രം. നിന്നെ എപ്പോഴും കർത്താവെ മുന്നിൽ കണ്ടുകൊണ്ട്, നിന്നെ ഒരു ദീപമായി കണ്ടുകൊണ്ട് അത് നിന്നെ നോക്കി യാത്ര ചെയ്യുവാൻ, നിങ്ങളിലേക്ക് നോക്കിയ പ്രകാശിതരായി എവിടെ ലജ്ജിച്ചു പോയില്ല എന്ന് പറയുവാൻ കർത്താവെ, നിന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ചിന്ത, വാക്ക്, പ്രവൃത്തികളെല്ലാം കർത്താവെ നിന്റെ സന്നിധിയിൽ കർത്താവെ നിർമ്മലവും ഇമ്പവുമായി തീരുവാൻ നീ ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, നിന്നെ നോക്കി യാത്ര ചെയ്യുമ്പോൾ, നിന്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോഴൊക്കെ കർത്താവെ, നിന്റെ സ്നേഹവും പരിപാലനവും ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ സ്തോത്രം. കർത്താവെ, വിശേഷാൽ ഈ സഭയിൽ നിന്ന് കർത്താവെ നിന്റെ തൃക്കരത്തിൽ ഏൽപ്പിക്കാണ് കടന്നു വന്ന ദാസന്മാരെയും ദാസിമാരെയും അനുഗ്രഹിക്കണേ. വിശേഷാൽ അതിഥികളായി കടന്നു വന്നവരോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളെ ആത്മീയമായി നീ ഒന്ന് പിടിച്ചു കുലുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടാതെ കർത്താവെ, ഒരു ആത്മീയ വാഞ്ച മറ്റുള്ള കർത്താവെ നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് ഒരു ഭാരം ഞങ്ങൾക്ക് തന്നിട്ട് ഒരു പടിയുടെ കർത്താവെ നിന്റെ സ്ഥലത്തിൽ മുന്നോട്ട് പോകുവാൻ, ഞങ്ങളുടെ ഓരോ ദിവസത്തെയും ആരാധന അതിന് കാരണഭൂതമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളോട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇത്രത്തോളം നടത്തിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും എല്ലാം ഞങ്ങൾ പാദപീഠത്തിൽ വയ്ക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഇത്രത്തോളം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. മാനവത്തോടെ തന്നെ എടുക്കണേ, പ്രാർത്ഥന കേട്ടതിനാണ് സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. You know their thoughts before they even come to their mind. You know the words we speak. In your word it says that all of our days are written in your book. You know them before you even stitched us in our mother's womb. God, I thank you for that. I thank you for that unconditional love. I thank you for that sovereign love. And God, I just lift each and every person in this sanctuary. You have a plan. You have a purpose for each and every one of them. God, I pray that you would bring it to fulfillment. That you would call us into a deeper relationship with you. In Jesus' mighty name. You brought back to
Without
grace that's because of what you've done on the cross, Lord Jesus. You removed that wall so that you can call us your children, so that you can call us sons and daughters of God. And Lord, we glorify you for doing that, Lord Jesus. God, I pray for each person here, Lord Jesus, that they would continue to feel your presence and hear your word as a servant God speaks. I pray that you would be with us. In Jesus' name I pray. Amen. Praise the Lord. Thank you, worship team. Wonderful time of worship. It is good to be here again. It's been a while, maybe more than a year. And I'm excited whenever I'm asked to come and speak here. Please come to your church and speak with you. And I am glad we are as a family here today. My wife is with me and also my children, Sarah and Mercy. Honey, how about you come and say hi to the church? And, should I use this? It's an honor and privilege to be worshiping with y'all this morning. Thank you for having us. Some of you may remember we are Chi Alpha missionaries in Huntsville, Texas, just down the road. We have been working with college students for the last several years, and are honored and privileged that the Lord has asked us to be a part of that. As we're singing, "There will be no one like you, no one beside you. You alone are worthy." You know, this is the song that we are. This is. What our work is about is pushing young men and women to find the truth in Jesus, that we can all sing together as a redeemed body of Christ. There's no one like the Lord, not because of anything we stand on, but because of who He is and because of His goodness and what He's done on the cross. And that enables people from every tribe, tongue, and nation to sing, "There is no one like you, Jesus." We're around with people with all kinds of backgrounds, from nominal Christian backgrounds, from other Muslim, Hindu, different backgrounds. People come to find the same Jesus that we love and trust. And we were talking on the way here. I was reading this week, and Daniel calls Jesus the Ancient of Days, the one who always is, always has been the answer for all of mankind. And so we have the privilege to extend God's love to college students who come in such a critical time in their life to study, to find out where they're headed, all of those things. And we get a chance to get to know them, to share life with them, and extend the gospel to them. And so Sarah and Mercy are a part of that. Sarah's 3 and Mercy's 1. And we have baby 3 on the way. Sometime in November we'll have another one. We don't know yet if it's a boy or a girl, but we thank you for your love and support and prayers. And I see Sarah, would you like to say anything? Do you want to sing a song or something? God bless you. Thank you. Praise the Lord. Thank you. All right, thank you. Man, it is good to be here. Happy Father's Day. Father's Day to all the fathers here. And I think this is the card that my daughter gave me this morning for our amazing daddy. Some daddies are leaders, some daddies are daring, some daddies are cuddly, some daddies are wise, but very few daddies are all these things like you. So I think this is a good card. I'm going to keep this with me for the rest of my life. I do not know how often she would actually say that. She would actually say these things now because it is actually her mama making her say it. And my wife makes me look good wherever I go, with whatever I do. I'm grateful to have a godly wife like mine. It's good. So as I was reading this card, this is wonderful. I mean, I grew up in India, so you know what does that mean? That means that we don't celebrate things in India. You know, the only celebration that we have in Kerala is Onam and Christmas, pretty much. And if you grew up like me in a Pentecostal family as a pastor's kid, man, Onam is considered a religiously wrong thing to do, and you don't celebrate that. And Easter or Christmas, it is not for you, it's for Orthodox Marthoma people, right? So you grew up with no celebration whatsoever. The only thing that you get to do is to go to church on Sunday morning and Friday
Upavasa Prarthana and Wednesday Kotayama, and this is like your life is summed up in 3 different meetings every week. And then I came to America when I was 26. I mean, every month there is celebration. This is great. I mean, you know, you get to have meals, you get to see your family often, you get to go out and eat. So this is great. But celebrations are actually, I think it is fun. It is necessary and it is needed. And I am, this morning as I was thinking, Lord, talk to me and talk to us. What are you talking to us? Lord, actually, this is the card that changed the sermon today, this morning. So I was thinking, wow, this is great. But when I look into my own life, I can see and how I'm not qualified to be the amazing daddy. I know it, right? When I look into you, I know it. There are things in my life, things in my thought patterns, my imaginations that's not worthy to be called as a godly dad. But the reality is that God knows that. Jesus knows all my thoughts, all my deeds, all my actions, and He pushes me to live a life that is worthy to be called a godly dad. And that's great. And on the other hand, it is amazing. I get to see Jesus as my Father. You know, when you think God as your Father, when was the last time you told Him, Happy Father's Day, God? I shouldn't be supposed to say that to Him, right? Because He is the amazing Father. He's the amazing Dad. He is the ultimate model of a godly Father. But I don't remember saying that to Him at all. Happy Father's Day, Jesus, or Happy Father's Day, God. But the reality is that for Him, He doesn't matter. He's not waiting for me to tell Him. To say that I celebrate you, God, is to obey Him. That's what the Bible says. To obey Him is to love Him. To obey Him is to celebrate Him. Now, that we can relate to that, everybody, not just dads or moms. Everybody who's sitting here can relate to that facet. To celebrate Him is to obey Him. Or to celebrate Him is to love Him. But I find myself being failed there again and again and again. And I assume that a lot of us sitting here, I know this is to the youth, but the gospel and the Bible is to all of us. So, and what the Lord is actually going to talk to us is not just for the youth here, but to all of us. So I found myself not living up to it sometimes. And that is where we can actually find ourselves in some way very relevant. So I'm going to talk about, or maybe Jesus is asking us to hear somebody who found himself in a failed place. Let's go to Gospels. Gospel of Mark chapter 14, verses 27 to 31. Here is a man who lived with Jesus, who walked with Jesus, who always claims that he loved the Lord. He always loved that he loved the Lord, but somehow he failed to live up to that particular desire of his. And his name is Peter. I'm reading from Mark chapter 14, verses 27 to 31. Then Jesus said to them, all of you will be made to stumble because of me this night, for it is written, I will strike the shepherd, and the sheep will be scattered. But after I have been raised, I will go before you to Galilee. Peter said to him, even if all are made to stumble, and I will not be. Jesus said to him, assuredly I say to you that today, even this night, before the rooster crows twice, you will deny me 3 times. But he spoke more vehemently, if I have to die with you, I will not deny you. And they all said likewise. And turn with me to Gospel Luke, chapter 22, verses 54 onwards. I will read from 54 to 62. I will skip some portions, but follow along with me. Having arrested him, they led him, when they say him, we're talking about Jesus here. Having arrested him, they led him and brought him into the high priest's house. But Peter followed at a distance.
Now when they had kindled the fire in the midst of the courtyard and sat down together, Peter sat among them, and a certain servant girl, seeing him as he sat by the fire, looked intently at him and said, "This man was also with him." But he denied him, saying, "Women, I do not know him." And after a while, another saw him and said, "You are also one of them." But Peter said, "Man, I am not." Then after about an hour had passed, another confidently affirmed, saying, "Surely this fellow also was with him, for he is a Galilean." But Peter said, "Man, I do not know what you are saying." Immediately while he was still speaking, the rooster crowed, and the Lord turned and looked at Peter. Then Peter remembered the word of the Lord, how he had said to him, "Before the rooster crows, how you will deny me 3 times." So Peter went out and wept bitterly. This is a story of a man who always claimed that he loved Jesus, but failed to prove that when he was given a chance to. So this is a happy fathers to Jesus living, how we actually get to live a life that is honoring our Father who is in heaven on a daily basis. Jesus predicts, let me pray before the Father. We thank you, Lord, for the word that you've given us. Father, when I look into my own life, and I'm not qualified to preach this, but thank you that we can trust your grace and your saving power, Lord. And we ask that you would talk to us this afternoon, this morning. Would you come and talk to us, Lord? We want to hear from you. You alone. We love you, Jesus. In your name we pray. First, Jesus is predicting Peter's denial. In the story of Jesus washing the feet of disciples, we see that Peter was not willing to have Jesus wash his feet. And in that story, Peter thought Jesus is too good to do this law job of washing the feet of his disciples. Or in other words, Peter was fighting for greatness of Jesus. You see that? Peter thought, "Oh, Jesus is too good of a person. He's such a great teacher." Okay? We cannot afford to have Peter do this law job of washing my feet. Or in some ways, it actually means that Peter is fighting for the greatness of Jesus. How many of us actually fight for the greatness of Jesus? Great. Okay, you don't talk about Jesus like that. You remember, you don't put your Bible on the floor, right? Because God's word. You put it up. Somehow you're fighting for the greatness of Jesus. That's exactly what Peter is doing here. Peter is fighting for the greatness of Jesus. All you people consider Jesus can be as low as it, but not me. Okay? I won't treat him as my servant. Peter, very diligently fighting for the greatness of Jesus. It would make more sense as for the context if we can go back to the passage in Luke and see what was happening right before Jesus predicts Peter's denial. Verse 24 in Luke chapter 22 says this: "A dispute also arose among them as to which of them was to be regarded as the greatest." There's a particular context in Luke chapter 22 when you read them. Right before the conversation happens, there was a dispute among the disciples, who is the greatest among us. Now we understand the context. How many of us find that every day, right? We all think that we are the greatest. And this is not a new thing in 2017. This is always there. The disciples of Jesus even fought for that. Who is the greatest among us? And Jesus tells them the greatest among you will become the servant of all. Jesus gave them the answer. Okay, great. I like the question here, but I will give you the answer. The answer is this, that the greatest among you will be the servant of all. So who is willing to serve people, and they are the greatest in God's kingdom? And simply put this, when you see a need, you go and meet it. The person who sees a need and meets it is considered the greatest in God's kingdom. How many of us, we saw a need, but we thought, that is too low for me to take care of that. Okay? There are people who can do that. I am here.
I'm not supposed to do that. But Jesus says, no, who is willing to serve all of you will be considered the greatest among you. Now we need to know how greatness is understood in the Eastern culture. So we come from the Eastern culture. You know the good thing about the Bible? We can relate to it more than everyone else in the Western world. Because the Bible is written in the Eastern culture, which we are coming from. Okay? You are great. In the Eastern culture, the greatness looks this. Okay, how many of you actually, maybe the older generation here, and this is a lesson for the newer generation. I grew up in India. I praise the Lord for that. I have perspective when it comes to connecting these both cultures. So in India, this doesn't work, okay? When a mantri comes, when a minister comes to a particular event, the greatest person among them, how you will be great. People will be so honored when this mantri comes and shake hands with you. Your greatness has been confirmed by the handshake of this minister. What does that mean? In the Eastern culture, you are great when you are great in the minds and eyes of everyone. Or you are great because you are valued and honored by a great person. Okay? When you are valued and honored by a great person, you are also great. Make sense? Understandable, right? Meaning, if you are a person like Jesus, suppose he's a great teacher, he's a man of wisdom, he does miracles, and he casts out demons, and he raises dead, he's doing great things, and if he can tell you that you are great indeed. So this is the reason why the dispute among disciples. They're arguing who is great. But Jesus tells them, no, this is different here. And among the disciples, the greatness was based on what Jesus thought about them individually. When disciples come together, they have an argument who is the greatest among them. But their greatness meant based on what Jesus actually thought about them individually. Isn't that true? Okay, let's get this into our own life. Okay, there are people in our life whom you think, if that person thinks I am great indeed. But I want you to know that Jesus is your Father. It doesn't matter what people actually think about you. You are great because Jesus paid the price. And he looks at you and he calls you my son and my daughter. And I hope that this morning your greatness should rest upon the greatness and his blood and the confirmation that I will look into your eyes and I will call you my son and my daughter. And if you can rest your greatness upon that, you can be a confident person walking with Jesus. But here we read that Jesus said to them, all of you will be made to stumble because of me this night, for it is written, I will strike the shepherd and the sheep will be scattered. Peter said to him, even if all are made to stumble, then I will not be. Of course, Peter has to say, that is Peter. He always says things. Doesn't matter. Jesus says something and Peter always says something back to him. And Peter said to him, even if all are made to stumble, I will not be. Jesus said to him, surely I say to you that today, even this night before the rooster crows twice, you will deny me 3 times. But he spoke more vehemently, if I have to die with you, I will not deny you. Peter was trying to say, no, Jesus, you are wrong on this one. Did you see that? Jesus was predicting something, but Peter was telling back to him, no, Jesus, this time I got you. This time you're wrong. I am not going to deny you. You know, are you challenging my love for you? Are you challenging my commitment? Are you doubting my commitment toward you? That is what Peter is thinking. And he's saying, I will not deny you. Considering the talk they just had regarding who is the greatest of the disciples, Peter is offended. Peter is offended at the fact that Jesus even actually thought like that and said that in front of people about him. How many of you think that, right? When we are having arguments, right? When we are actually thinking, I love Jesus the best and Jesus loves me, I'm the greatest, and having argument together, and Jesus himself tells you, well, calm down, Peter. You are going to deny me 3 times today. I will be offended.
And Peter is offended here. In front of all of his other brothers, Jesus actually told him, you are going to deny me 3 times. Or in other words, Peter was fighting for his own commitment for Jesus. Peter said, no, Jesus, I will never do that. You know how much I love you. Now he's fighting his own commitment to Jesus. Peter was fighting for his own greatness in professing his love for Jesus. Peter is broke. Peter is sad here. What is the lesson here? Confidence in our commitment to Jesus will eventually prove itself pride. When we are too confident about our commitment toward Jesus, eventually it will prove itself as an arrogant, prideful thing. That's exactly what's going on here. Peter is offended. Confidence in our own commitment to Jesus. Look how committed I am to you. Look my love for you. Look the way I've been walking with you. When you are staying there on confidence in your own commitment to Jesus, eventually it will prove itself as a prideful matter of your heart. Second, verse 40-54, then they set him and led him away, bringing him into the high priest's house, and Peter was following at a distance. And when they had kindled a fire in the middle of the courtyard and sat them together, Peter sat down among them. So Peter denies Jesus 3 times as Jesus predicted. How could he do something like this after being with Jesus for 3.5 years, right? How many of you actually think that way? When you read that Peter denies Jesus 3 times, how could Peter actually do that, right? Because Peter was with him all along. For 3 years with him, he saw the miracles happening. He himself was being part of certain miracles. How could he do that? Okay, now take it back. After us walking with Jesus for so long, with all our Pentecostal traditional histories, and some of us can claim, my grandparent worked with Pastor K. Cherian, or whoever that is, all these famous Pentecostal people, the traditions that we actually brag on. And then we find ourselves in a place that we never imagined. How could it be possible? Right? This is exactly what's going on. It is not just, Peter was not with some Sunday pastor. He was actually with Jesus himself. I mean, he walked with Jesus. Okay? He actually witnessed the fact that Jesus was hungry. They were in boat together. They were in an ocean together. Okay? So Peter and Jesus were together. Even then, I wonder sometimes, how could actually Peter do that? How could he do that? How many times we say that? How many of us told ourselves that I would never do that? I would never do this. And then we walk straight into it. I would never do this. I'd never do that. And then we walked straight into it. That's exactly what Peter is doing here, right? I'd never do that, Jesus. And then we walked straight into it. How many times in our hearts, in our minds, in our imaginations, in our houses, in our dorms, in our cars, in our colleges, in our workplaces, we have denied him. How many times we have already walked to Jesus several times and prayed for the several things, but we found ourselves in the same place again. As we can relate to Peter here pretty well, right? We all can relate to Peter very well here now. Because there's something that we want to do, but we always do something else. There is something that we proclaim our love and commitment for Jesus, but when it comes to the moment, we tend to drift from it. And we read that immediately while Peter was denying him for the 3rd time, the rooster crowed. And the Lord turned and looked at Peter, and Peter remembered the saying of the Lord, how he had said to him, before the rooster crows today, you will deny me 3 times.
And when he went out and wept bitterly, it is not that Jesus got offended or mad or angry or disappointed that he looked at Peter. Do you remember that? I don't know if there was a Jesus movie you have seen where Peter actually denies him and then Jesus turns and looks at him. Why do you think he was looking at him? Do you think he was mad? Or it's like, well, look at Peter, I got you, I told you. Do you think that was the reason? What was the reason? What is the reason? I'm always amazed. Why would Jesus? Well, I told you. I told you. That's the word. G. Campbell Morgan actually says this. Jesus fixed eyes upon him and looked him through and through. The look had in it anything of reproach at all for the wrong that was being done to the heart of it. It was rather the look of eternal love and compassion, a look which said in effect, I told you, Simon, that you should be a rock. That amazes me. It was a look of confirming what Jesus told him when he was first called. Remember what Jesus promised him when he was called first? He said, you were Peter, you be a rock. It is okay that you denied me, but my promise stays the same. You will still be the rock. Or the look that Jesus gave to Peter was not the look of offense or that I got you, but it was more of a compassionate, kind look. Oh, my son, oh, poor Peter, it is okay. You will still be the rock that I promised to you. And I would think it was that look that saved him. In the greatest of the moment, he found himself in a failed place. But Jesus took time to look at him. You know what? When Jesus looks at you, he never looks at you with anger. He looks at you with compassion and kind eyes. And he could not hold on to that. He said, to that look, he went out and wept bitterly. How can I? Here I am denying Jesus, but Jesus gave me such a compassionate, kind look. And it says that Peter went out and wept bitterly. It says he wept bitterly. His heart was broken. He was disappointed. It was a moment of realization for Peter that everything that he thought he had for Jesus, his love, his commitment, his loyalty, it was not there. He was disappointed, but also he wept bitterly because he understood that he is still loved by him. I don't know what you think of Jesus as a look to you in the midst of the mess you are in. Do you remember the time that you actually made a mess and you cannot even go to pray because you're terrified. You think that he's so mad at you. He's so mad at me. He's not going to listen to my prayer. He probably doesn't like for me to even call his name. But let me tell you, I'm a father of 2 girls, and I think it doesn't matter what Sarah does as long as she comes to me. Doesn't matter. As long as Sarah decides to come to Dada and sit with me, and I will always embrace her, right? And that is a father's heart. And a sinful dad like me would think that way. How much more our godly Father, how much love He has for you and for me. When you think that you are in the mess, you're in the middle of the mess, you're at the bottom. But let me tell you, I do not know where you are at this point, but when Jesus looks at you, He looks at you with compassion. He's not a mad, angry God waiting to punish you. He's a loving, kind God who embraces arms, ready to hug you if only you will go to Him. Jesus looked at me and you with full of compassion in the midst of our denials of Him. It is hard to comprehend, right? It's hard to understand that He is still a kind and compassionate God even in the midst of all the denials of Him. It is hard to comprehend, actually. That takes me to the third point, Peter being restored. Disciples have already seen the resurrected Jesus a couple of times at this point,
And Jesus has commissioned them. It says that he breathed on them and said to receive the Holy Spirit. Now we can go back to John the Gospel, chapter 21. It says that when we went to John 21, the Peter went to go fishing. Not just him, but there was Thomas and a few men with him. They went out and immediately got into the boat, and that night they caught nothing. But when the morning had come, Jesus stood on the shore, and the disciples did not know that it was Jesus. Then Jesus said to them, "Children, you have any food?" They answered him, "No." He said to them, "Cast the net on the right side of the boat, and you will find some." So they cast, and now they were not able to draw it in because of the multitude of fish. Simon Peter went up and dragged the net to land, full of large fish, 153. And although there were so many, the net was not broken. Jesus said to them, "Come and eat breakfast." So when they had eaten breakfast, Jesus said to Simon, "Simon, son of Jonah, do you love me more than this?" He said to him, "Yes, Lord, you know that I love you." He said to him, "Feed my lambs." He said to him again a second time, "Simon, son of Jonah, do you love me?" He said to him, "Yes, Lord, you know that I love you." He said to him, "Tend my sheep." He said to him the third time, "Simon, son of Jonah, do you love me?" Peter was grieved because he said to him the third time, "Do you love me?" And he said to him, "Lord, you know all things. You know that I love you." Jesus said to him, "Feed my sheep." Peter went to go after seeing the resurrected Jesus. The curious, zealous, quick to ask, answer, quick to do anything, Peter has been changed. Up until this point, Peter and Jesus, whenever they came together, whenever there was a conversation, Peter is the one who jumps first. Okay, Peter always had a response to Jesus. But now this time, when Jesus appears and talks to him, he is quiet. There's nothing to say. What do you think is the reason? But he is still living that fact that he denied Jesus 3 times. There's never been a restoration happened. So the curious, zealous, quick to ask, quick to answer, quick to do anything, Peter has been changed. Peter had no questions when he saw the resurrected Jesus. He does not want to sit in the company of all the others all the time. Yes, there is a change in Peter. He seems distant and cold. It seems very unlike him. See, the reason is Peter is still disappointed. He still carries the shame of denying Jesus. Because Peter remembers what Jesus taught them before. Greater love has no one than this, than to lay down one's life for his friend. Jesus taught him that. And Peter was given a chance to prove that toward Jesus, but he failed in it. Right? Jesus told him, there is no greater love but to give your life for your friend. Jesus taught him that. Peter was in the circle when Jesus taught him that. Then Jesus was put in the place, and Peter was supposed to prove his friendship toward Jesus, but he did fail in that. He cannot get over the fact that I denied my friend. I denied Jesus. He cannot get over the shame. But Jesus said to Peter, "Simon, son of Jonah, do you love me more than these?" I think Jesus asked him this question because these were Peter's response 10 days ago when Jesus predicted his denial of him. Even if all are made to stumble, and I will not be, if I have to die with you, I will not deny you. Peter feels defeated because last time when he talked to Jesus, he said, if I have to die with you, I will not deny you. But Peter denied Jesus to live just another day. Just ask him 2 more times. Jesus asked him 2 more times, "Simon, son of Judah, Simon, son of Jonah, do you love me?" We read that Peter was grieved because he said to him the 3rd time, "Do you love me?" Peter grieved because it was like, do you really mean it, Peter, this time? Hey, when somebody asks you the same question 3 times, what does that mean? What does that mean? It actually means that, is it like the last time? Or do you really mean it this time, Peter? Peter was grieved. He understood the heaviness of the question this time.
Because he remembered that he denied his loving, caring from last time. And just asking this time, Peter, do you really mean it this time? And he said, yes, Lord, I really do mean it this time. And Jesus answers, feed my sheep. Jesus did not stop there, but he went on saying, most assuredly I say to you, when you were angry, you girded yourself and walked where you wished. But when you are old, you will stretch out your hands, and another will gird you and carry you where you do not wish. This he spoke, signifying by what death he would glorify God. Have you ever read that passage right after it? Because last time, Peter denied Jesus to save his life, right? That is the only reason Peter denied Jesus, to save his life. But then Jesus actually telling this time, no, the days are coming that people will actually take you and kill you in my name. You know what does that mean? He was actually giving him confidence. Next time it comes, it will not deny me, Peter. Because I know what you're going to do. I know that you will give your life for me. He actually gave him confidence with the prophecy. Isn't it amazing? It is not that just... See, this is the thing. We wonder why Jesus had to predict Peter's death here at this time. I think Jesus was looking at Peter's heart and removing the shame of denying Jesus to live just another day. Jesus wanted to let Peter know that one day he would deny his life for Jesus. Peter was only disciple among the 12. Jesus had to give a second calling to follow him. No one else was given a second calling. Peter was called twice to follow him. But he is not the only one in the past 2,000 years who was given a second calling to follow him. Jesus restored thousands upon lives to him. And I want to tell you today, he can restore your life and mine if you go up to him. Peter was not the only person Jesus has given a second chance. You look to the history books of Christian heroes, you won't just, we cannot stop how many times Jesus has given chances to people. It is too foolish to think that I'm done with Jesus. You're never done with Jesus. All it takes is that you walk up to him and you walk away with another chance to walk with Jesus. He's a kind God. It can be your night, it can be your day, Jesus asking you to follow him again. I do not know where you at. Probably you have never denied Jesus, but probably you have denied Jesus several times. Maybe you find yourself in a place where I don't even know if I'm in a relationship with the Lord. Right? But there is a chance that we have actually to follow him. It is the kindness of Jesus that restores us to him. Jesus is not a mad, angry God. Yes, the weight of sin is real. It is real that your actions have caused pain to people in your life. Yes, it is true that you have hurt Jesus, but there's a greater truth that is a kind and compassionate God who looks at me and you with full of compassion in the midst of denials of him and willing to restore us to him. This is the Father who actually deserves a great Father because he always kind. He always welcomes. When we look at us, he looks at his compassion and such kindness. And his heart is not to throw you away, but his heart is to restore you and actually call you back to him. And this is what we see is that Peter being restored back to Jesus and actually being used by Jesus for so long of a time. What a wonderful privilege that we have in Jesus, that he calls us back to him and he would just never let us go. He keeps calling us back to him. And today I hope that if you feel far away from the Lord, you're not too far away from his looks, his compassion, and his kindness. If only we can take the first step to go back to Jesus, and he's waiting there with compassionate kindness heart to receive you back and to walk along with you for the rest of your life.
Thank you for having us. May the Lord bless you. Thank you, church, for supporting us every month to further God's kingdom in university campuses. We are extremely grateful for your support and your prayer. Please continue to do so. Thank you. Amen. കൂടെ ദൈവത്തെ ആരാധിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ മുൻകരുതലായിരുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിവിടെ വരാൻ കാരണം വെച്ചാൽ എൻ്റെ സഹോദരി ശാരീരികമായിട്ട് വളരെയധികം അസ്വസ്ഥതയാൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവൾക്ക് തലയ്ക്കകത്ത് ക്യാൻസറാണ്. കഴിഞ്ഞ മുമ്പത്തെ വർഷം അത് ഓപ്പറേഷൻ ചെയ്യുവാനൊക്കെ ഇടയായി. എന്നാൽ അവൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ജനുവരിയിൽ അവൾ നാട്ടിൽ വന്നു. ആ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് ഡോക്ടർമാരും തൻ്റെ സഹോദരങ്ങളും പ്രത്യേകം പറഞ്ഞു പോകരുത്, നാട്ടിൽ പോകരുതെന്ന് പറഞ്ഞപ്പോൾ അതല്ല, ഞാൻ പോയി എൻ്റെ അമ്മയെയും എൻ്റെ സഹോദരനെയും ഞാൻ പോയി കാണും എന്നവൾ ഉത്തരമായിട്ട് പറഞ്ഞു. അങ്ങനെ അതിനത് സമ്മതിക്കുകയും അങ്ങനെ അവർ നാട്ടിലേക്ക് കഴിഞ്ഞ ജനുവരിയിൽ കടന്നു വരുവാൻ ഇടയായി. 3 ആഴ്ചത്തെ അവധിക്കാണ് അവർ വന്നത്. എന്നാൽ 2 ആഴ്ച കഴിഞ്ഞപ്പോഴേ അവർ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. അവർക്ക് അവിടെ വെച്ച് ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായി. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു വലത്തേക്കാലും വലത്തെ കൈയും പാരലൈസായി പോയി. അതിനുശേഷം ഒരു 2 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ ആണ് ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ സഹോദരി കാണാനായിട്ട് അവർക്ക് എന്നെ കാണണമെന്നുള്ളൊരാഗ്രഹം അതിനോട് പറയുകയും അങ്ങനെയാണ് ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ വിസിറ്റിങ്ങിന് ഞാൻ വരുവാൻ കൊണ്ടടിയായത്. ദൈവം എല്ലാ അത്ഭുതമായിട്ടാണ് നടത്തിയത്. 2004 എൻ്റെ പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിഞ്ഞു. ഞാനത് പിന്നെ പുതുക്കാനായിട്ട് പോയില്ല. ഞാൻ അവിടെ KSRTCയിൽ ഡ്രൈവറായിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ 2007 ഞാൻ റിട്ടയറായി. അപ്പോൾ പിന്നെ ഇനി പാസ്പോർട്ടൊന്നും പുതുക്കി ഇനി എങ്ങോട്ട് പോകാനുള്ള പ്ലാനൊന്നും ഇല്ലാതെ ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സന്ദർഭങ്ങളിലാണ് പെട്ടെന്ന് പിന്നെ ഈ വിഷയം ഞങ്ങളുടെ വിഷയം എന്നോട് അധികം പറയുകയും ഞാൻ ഉടനെ അതനുസരിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കട്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ എൻ്റെ പാസ്പോർട്ട് പെട്ടെന്ന് പുതുക്കാൻ തക്കവണ്ണം ദൈവം ഇതിനെല്ലാം ഇടയാക്കി എല്ലാം ദൈവം വളരെ എല്ലാം ശാന്തമായി ഉചിതമായിട്ട് ചെയ്യുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. 2 ആഴ്ച കൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു. ഞാൻ മെയ് 1-ാം തീയതി എൻ്റെ പാസ്പോർട്ടുമായിട്ട് ഞാൻ കൊല്ലത്ത് പോയി. അവിടെ ചെന്ന് 2-ാം തീയതി എനിക്ക് പാസ്പോർട്ട് പുതുക്കി എനിക്ക് കിട്ടുവാൻ തക്കനിടയിൽ കഴിഞ്ഞ 17-ാം തീയതി പിന്നെ ചെന്നൈ പോകാനും അവിടെ പോയി 17-18 ദിവസങ്ങളിൽ ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ നടക്കാൻ തക്കനിടയായി. അവിടെ ചെന്നു ദൈവമെല്ലാം മുൻകൂട്ടി കരുതി. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവരെന്നോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ തക്ക മറുപടി പറയാനൊക്കെ കൊണ്ട് ദൈവം എന്നെ സഹായിച്ചു. അവരെന്നോട് ഒരു അവസാനമായിട്ട് ചോദിച്ചൊരു ഭാഗം എത്ര മാസത്തേക്കാണ് കടന്നു പോകുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ 2 ആഴ്ചത്തേനാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഉടനെ അവരെൻ്റെ വീസ അവരടിച്ചു. 10 വർഷത്തേനാണ് വീസ അടിച്ചെന്നത്. ഇവിടെ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു, സാഹിബിനോട് ചോദിച്ചു എത്ര മാസമാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു 2 മാസത്തേനാണ്. ഒരാൾ പറഞ്ഞു 2 മാസം അല്ല 6 മാസം നിന്നിട്ട് പോയാൽ മതി. അങ്ങനെ എൻ്റെ വിസയിൽ എൻ്റെ പാസ്പോർട്ടിൽ നവംബർ 17 വരെ ഞാൻ എനിക്ക് അടിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അടുത്ത മാസം 15-ാം തീയതി ഞാൻ ഇവിടെ നിന്ന് നാട്ടിലേക്ക് കടന്നു പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതനുസരിച്ചാണ് ഞാൻ ടിക്കറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ന് പൽക്കാലം ഇവിടെ വരുവാനുള്ള സാഹചര്യം എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകളാണ് കുഞ്ഞിനിമ്മ ജോണിക്കുട്ടി ഹസ്ബൻഡ്. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോളും എൻ്റെ അമ്മയുടെ ചേർത്തിയുടെ മകളുടെ മകളും ഇവിടെയുണ്ട്, കുഞ്ഞമ്മ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പൽക്കാലം അവരോട് ഒരുമിച്ച് ദൈവത്തിന് സ്തുതിപ്പം തൽക്കൊണ്ട് കർത്താവ് വഴിയാക്കിയത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മാനുഷികമായ രീതിയിൽ വളരെയധികം ഹൃദയത്തിന് ഭാരം ഉണ്ടായി. 2 ആഴ്ച കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ശനിയാഴ്ച വൈകിട്ട് പെങ്ങൾക്ക് പെട്ടെന്നൊരു അസ്വസ്ഥതയുണ്ടായി. ഉടനെ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ആ അസ്വസ്ഥത മാറി അവിടെ ഐസിയുലാക്കി. കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടു. 15 ദിവസം അവൾ ഹോസ്പിറ്റലായിരുന്നു. കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ അവൾ മറ്റേ കണ്ണുമൊക്കെ തുറക്കായിരുന്നു. 2 ദിവസമായിട്ട് കണ്ണൊന്നും തുറക്കുന്നില്ല. വല്ലാത്തൊരു അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്നു. നിങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം. എത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തി. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് എത്രത്തോളം ദൈവം നടത്തി. അതിനെ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കൊന്നറിയാം, ഞാൻ ആഗ്രഹിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു കാര്യം, എൻ്റെ പെങ്ങൾ സംസാരിക്കും,
ഞാൻ ദൈവത്തോട് ദിവസത്തിൽ അല്പസമയം കൂടെ ഞാൻ കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. 15 വർഷം ഇസ്കാരം നീട്ടിക്കൊടുത്ത പോലെ 15 വർഷം നമ്മുടെ കർത്താവെ അല്പസമയം കർത്താവെ നമുക്ക് വേണ്ടി തിരിച്ച് അവിടെ ആയുസിനെ തിരിച്ചു കൊടുക്കണമെന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് സമയത്തും എന്ത് വേണമെങ്കിലും ആകാം. അങ്ങനെ ഒരു സ്റ്റേജാണ് ഇപ്പോഴത്തെ നിലവാരം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേക പ്രാർത്ഥന അപേക്ഷിക്കുന്നു. എൻ്റെ സാക്ഷ്യം ഞാൻ ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വലിയവനായ ദൈവത്തിന്റെ സന്നിധിയിൽ വീണ്ടും പ്രിയപ്പെട്ടവരുമായ ദൈവത്തെ സ്തുതിപ്പാൻ തന്നോട് ലഭിച്ച നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു വേദഭാഗമാണ്. കർത്താവ് പറഞ്ഞ 3 ഉപമ. ഒന്നാമതായി ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ. ഒന്ന് കാണാതെ പോയാൽ അവൻ അതിനെ തിരഞ്ഞുപോയി അന്വേഷിച്ച് 99നെയും വിട്ടേച്ച് തിരഞ്ഞുപോയി അന്വേഷിച്ച് കാണാതെ പോയതിനെ കൂട്ടിക്കൊണ്ടുവന്ന് അതിനെ ലഭിച്ചതിൽ സന്തോഷിക്കുന്നതായ സംഭവത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, ഒന്ന് കാണാതെ പോയാൽ, അത് കാട്ടിൽ പോയാൽ അവൻ അതിനെ എവിടെയായിരിക്കുന്നുവോ അവിടേക്ക് കടന്നു ചെന്ന് ആടിനെ തോളിന്മേലെടുത്ത് വഹിച്ച് തിരികെ കൊണ്ടുവന്ന് അതിനെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നതിനാൽ സന്തോഷിക്കുന്ന ഒരു നല്ല ആട്ടിടയനെ കുറിച്ച് ആണ് ആദ്യത്തെ ഉപമ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലായിരുന്ന പാപികളായ നമ്മെ തിരഞ്ഞു വന്ന് തൻ്റെ തോളിന്മേലേറ്റി തൻ്റെ ഭവനമാകുന്ന സഭയിൽ കൊണ്ടുവന്ന് നമുക്ക് സന്തോഷിപ്പാൻ, നമ്മോട് മറ്റുള്ളവരോടുകൂടെ നമുക്ക് വലിയ ആനന്ദമുണ്ടാകുവാൻ കർത്താവിടെയാക്കിയതിനെ സൂചിപ്പിക്കുന്നു. ആടുകളുടെ ഉപമ ലോകത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന പാപികളെ രക്ഷിക്കുന്ന കർത്താവിൻ്റെ സ്വർഗസ്ഥനായ ദൈവം മനുഷ്യവേഷത്തിൽ നല്ല ഇടയനായി ഇറങ്ങി വന്ന് നഷ്ടപ്പെട്ട ആടുകളായിരുന്നു നമ്മെ വിളിച്ച് ദൈവസഭയിൽ കൊണ്ടുവന്ന ഉദാഹരണത്തെയാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ ഉപമ, ഒരു മനുഷ്യന് ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ, ഒന്ന് കാണാതെ പോയാൽ ആദ്യത്തത് 100 രണ്ടാമത്തത് 10. അതിൽ 10 ഒന്നിനെ കാണാതെ പോയാൽ അവൾ വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സ്നേഹിതമാരെയും അയൽക്കാരികളെയും വിളിച്ചു കൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് പറയും. അങ്ങനെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ഉപമയിൽ നാം കാണുന്നത് ഭവനത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെയാണ്. ഒന്നാം ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ, ആടിനെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്ന ആദ്യത്തെ ഉപമ. രണ്ടാമത്തെ ഉപമയിൽ ഭവനത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നതായ അനുഭവം. ഇതിനെക്കുറിച്ച് ഒരു ഭക്തൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഭവനത്തിൽ ഉള്ളത് അഴുക്ക് പിടിച്ച് പൊടി പിടിച്ച് വെളിച്ചമില്ലാതെ ഇരുണ്ട അവസ്ഥയിൽ ഈ ഭവനത്തിൽ എവിടെയോ കിടപ്പുണ്ട്. അതിൻ്റെ മേൽ വെളിച്ചം വീശുന്നതുവരെയും ഈ ഭവനത്തിലെ മാതാവ്, ആ സ്ത്രീ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടിച്ചുവാരലിനിടയിൽ പൊടികളൊക്കെ പോയതിനു ശേഷം അതിൻ്റെ മുകളിലേക്ക് വെളിച്ചം വീശും. അപ്പോൾ അത് തിളങ്ങും, അതിനെ കൊണ്ടുവരും. ഇത് ഈ സഭകളിലെല്ലാം ദൈവസഭയിൽ ഇരിക്കുന്നതായ ദൈവത്തിൻ്റെ കയ്യിൽ ഇണങ്ങുന്ന ആയുധങ്ങളായി തീരാതെ വണ്ണം, എന്നാൽ ദൈവസഭയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ്. എനിക്ക് $10 ഉണ്ടെന്നിരിക്കട്ടെ, ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ ആ ഡോളർ സ്വർണം കൊണ്ടുള്ളതായാൽ പോലും അതെൻ്റെ കയ്യിലില്ലെങ്കിൽ എനിക്ക് ഉപയോഗിക്കാൻ കഴിയത്തില്ല. അത് വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ കടയിൽ പോയാൽ ഒരു ബർഗർ എനിക്ക് വാങ്ങാൻ കഴിയത്തില്ല. അത് കൈവശമുണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. പൊടി പിടിച്ചും അഴുക്ക് പിടിച്ചും ഇരുട്ടിലും കിടക്കുന്നതായ ജീവിതങ്ങൾ ദൈവത്തിന്റെ കയ്യിലില്ല, അവന്റെ വീട്ടിലാണ്. He is here, right here. This is the house of the Lord. അതായത് നാം എങ്ങനെ ദൈവസന്നിധിയിലായിരിക്കുന്നു, നാം ലോകത്തിലായിരുന്നു, വിളിച്ച ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവം അതിൽ വളരെ സന്തോഷിക്കുന്നു. എന്നാൽ പക്ഷേ എവിടെയോ ജീവിതത്തിന്റെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവന്റെ കയ്യിൽ നിന്നും നാം കാണാതെ പോകപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ ഉണ്ട്, പക്ഷെ നമ്മൾ അവന്റെ കയ്യിലില്ല. അവൻ ഉപയോഗിക്കുവാൻ എടുക്കാൻ പറ്റത്തില്ല. ചോദിച്ചാൽ പറയും വീട്ടിൽ എവിടെയോ ഉണ്ട്. ഞാൻ റെസീറ്റ് തപ്പുന്ന പോലെയാണ്. റെസീറ്റുകളെല്ലാം കൂട്ടിക്കേണ്ടി വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പറയും ഇവിടെ ഉണ്ട്, പക്ഷെ എനിക്കത് കണ്ടെത്താനെങ്കിൽ ദിവസങ്ങൾ അന്വേഷിക്കേണ്ടി വരും. കൈവശമുള്ളതിന് മാത്രം ദൈവത്തിന്റെ കയ്യിൽ
ഉള്ള ഒന്നിനെ മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. പൊടി പിടിച്ചും ഇരുട്ടിന്റെ അന്ധകാരത്തിലും ഇരിക്കുന്ന ദൈവവിശ്വാസികളെ കുറിച്ചുള്ള ആലോചനയാണ്. നാം പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം നമ്മിലേക്ക് വീശേണ്ടതിന് നമ്മുടെ പൊടിയെയും അഴുക്കിനെയും മാറ്റി ഇരുട്ടിൽ നിന്ന് നാം പുറത്തേക്ക് വരേണ്ടതാണ്. എന്നാൽ മാത്രമേ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അത് നമ്മെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പള്ളിയിലുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പേരിന് മാത്രം ജീവിതമില്ല, അവന്റെ മേൽ പ്രകാശമില്ല, അവന്റെ മേൽ പൊടി പിടിച്ച് ഇരുട്ടിലിരിക്കുകയാണ്. ദൈവത്തിന് അവനെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. അവനെ ദൈവം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനെ അടിച്ചുവാരി അവൻ ദൈവത്തിന്റെ പ്രകാശം, പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം അവന്റെ മേൽ വീശത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 3 ഉപമകളിലും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ തൃത്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു ഇടയിലായി വന്ന് പുത്രൻ ലോകത്തിലുള്ള നമ്മെ രക്ഷിച്ചു. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വെളിച്ചം വീശി നമുക്ക് പാപബോധം വരുത്തി ദിവസം പ്രതി നമ്മെ മനംപുതുക്കി രൂപാന്തരപ്പെടുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ പിതാവായ ദൈവം പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ്. അതും സഭയിലാണ്. അതാണ് 3-ാമത്തെ ഉപമ. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായി. ഒരു മനുഷ്യന് ഒരുവൻ ഇളയവൻ അപ്പനോട്, അപ്പ എന്റെ ഓഹരി എനിക്ക് പകുത്തു തരണമേ എന്ന് പറഞ്ഞു. ഇത് ഓർക്കുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ കുഞ്ഞുമോൻ ബ്രദറിന്റെ നാട്ടിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചില്ല, 3 വർഷത്തിന് മുമ്പ് മരിച്ചു. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു, ഒരു ഹെഡ് മാസ്റ്ററായിരുന്നു. അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നു. അവർ അല്പം സൂക്ഷ്മതയില്ലാത്തവരാണ്. സ്വത്തുക്കൾ ദൂർത്തടിച്ചു കളഞ്ഞിട്ട് എല്ലാം നഷ്ടപ്പെട്ടവരായിത്തീർന്നു. പേര് പറഞ്ഞ ഒരു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കി. എന്തോ കുട്ടമ്പിള്ള എന്ന് പറയും അദ്ദേഹത്തിന്റെ പേരങ്ങനെ, നാരായണപിള്ള എന്ന പേര്. എന്താണെന്ന് ചോദിച്ചാൽ മക്കൾക്ക് ഓഹരി വേണമെന്ന് പറഞ്ഞ് ഓഹരി പിരിച്ചു കൊടുത്തു. ഞാൻ എന്റെ സ്നേഹിതനായിരുന്നു, അതുകൊണ്ട് എന്റെ വീട്ടിൽ ഞാൻ വിളിക്കുമ്പോൾ ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിങ്ങനെയാണ് സംഭവിച്ചത്. അയാൾ കുടിക്കുമായിരുന്നു, അയാളുടെ മക്കൾ അയാളെക്കാളും വലിയ കുടിയനായി തീർന്നു. മക്കൾ അതുകൊണ്ടുണ്ടായിരുന്ന സകലവും വളരെ നല്ല സാമ്പത്തിക ശേഷിയുള്ളവരായിരുന്നു, മുഴുവൻ വിറ്റ് കളയേണ്ടി വന്നു. ഇവിടെ എന്റെ ഓഹരി എനിക്ക് തരണമേ എന്ന് ഇളയ മകൻ ധൂർത്തിന് വേണ്ടി ചോദിച്ചു. അവന്റെ ജീവിതത്തിൽ അവന് ലഭിക്കേണ്ട അവകാശത്തെ, സ്വാതന്ത്ര്യത്തെ പിതാവ് ഹനിച്ചില്ല. നാം ഇന്ന് അമേരിക്കയിൽ ഫാദേഴ്സ് ഡേ ആഘോഷിക്കുകയാണ്. എങ്ങനെ ഒരു പിതാവ് തന്റെ ഭവനത്തിൽ തന്റെ മക്കളോട് ഇടപെടണം, എങ്ങനെ ഒരു പിതാവ് മാതൃക കാണിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ് അവിടെ നാം കാണുന്നത്. സ്വർഗത്തിലെ നമ്മുടെ പിതാവായ ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജീവിപ്പാൻ ഒരു ബന്ധനവും ഒരു പിടിച്ചുകെട്ടലുമില്ലാതെ നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നു. നമുക്ക് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. We have the right to choose. നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥ അനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുവാൻ പോകുന്നത്. അവന് പിതാവ് തന്റെ സമ്പത്തൊക്കെയും വീതിച്ചു കൊടുത്തു. പിതാവിനോട് നോ പറഞ്ഞില്ല. നമ്മൾ പറയും നോ പറഞ്ഞായിരുന്നെങ്കിലോ. അവൻ എപ്പോഴാ ചോദിച്ചത്? ഈ 2 മക്കളും അവരുടെ അവകാശത്തെ കുറിച്ച് ബോധമായപ്പോഴാണ്. 10 വയസ്സുള്ളപ്പോഴല്ല അവൻ ചോദിച്ചത്. അവൻ പ്രായമായതിനു ശേഷം 2 മക്കൾക്കും ഭാഗം വെച്ചു കൊടുക്കേണ്ട സാഹചര്യം വന്നപ്പോഴാണ് അവൻ ചോദിച്ചത്. 2 മക്കൾക്കും വീതിച്ചു കൊടുത്തു. അവനതൊക്കെയും കൂട്ടി ദൂരെ പോയി സകലവും നശിപ്പിച്ചു എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. അതിനുശേഷം ദേശത്ത് വലിയ ക്ഷാമമുണ്ടായി. അവന് തിന്നുവാൻ ഒന്നും കിട്ടിയില്ല. ആ ദേശത്തിലെ ഒരു പൗരന്റെ വീട്ടിൽ ചെന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. അവനെ പന്നിയെ തിന്ന തൊഴിലിന് പറഞ്ഞയച്ചു. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ നിന്ദ്യവും ഹീനവുമായിരുന്നു. പരീശന്മാരും ന്യായശാസ്ത്രന്മാരും ഇത് കേട്ടപ്പോൾ അവർക്ക് വിറയിൽ പിടിക്കുന്ന ദേഷ്യമുണ്ടാകും. കാരണം പന്നി അവർക്ക് നികൃഷ്ടമായ ജീവിതമാണ്. അവൻ ദൂരദേശത്തേക്ക് പോയി എന്ന് പറയുന്നത്, ഇസ്രായേൽ ദേശം വേണ്ടി ദൂരദേശത്തേക്ക് പോയി എന്ന് പറയുന്നത് നിന്ദ്യമാണ്. പന്നിയുടെ ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നത് അതിലും നിന്ദ്യമാണ്. കർത്താവായ യേശുവിനെ കല്ലെറിയത്തക്ക നിലയിൽ അവർക്ക് കോപം വരുന്ന കാര്യമായിരുന്നു കർത്താവ് പറഞ്ഞത്. എന്നാൽ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, പിതാവായ ദൈവം അവന്റെ മക്കളായിരിക്കുന്ന നമ്മളോട് എങ്ങനെ ഇടപെടുന്നു? നമ്മുടെ സ്വാതന്ത്ര്യത്തിന് അവൻ യാതൊരു തടസ്സവും വെച്ചിട്ടില്ല. നമ്മെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ സമയം വന്നപ്പോൾ അതിന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഈ പിതാവ് അവന് സ്വത്ത് വീതിച്ചു കൊടുത്തവൻ നശിപ്പിച്ച് ദൂരദേശത്ത് പോയി ക്ഷാമത്തിലായി കഴിഞ്ഞപ്പോൾ അവനെ കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നു, ആരും അവനൊന്നും കൊടുത്തില്ല. ഈ പിതാവിന് ഇവനെ ജീവിതത്തെ കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു. കാരണം ഈ പിതാവ് അവനെ പ്രതീക്ഷിച്ച് ഇരിക്കുകയായിരുന്നു. ഈ പിതാവ് അവന് വേണ്ടി ഒരു കാളക്കുട്ടിയെ
ഘോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൊഴുപ്പിച്ച കാളക്കുട്ടിയെ അറുക്കാനായിട്ടാണ് പിതാവ് തൊഴിലാളികളോട് പറഞ്ഞത്. അവന് വേണ്ടി കൊഴുപ്പിച്ച ഒരു കാളക്കുട്ടി ഉണ്ടായിരുന്നു. അത് അവന് വേണ്ടി അറുത്ത് ആഘോഷിക്കുവാൻ പിതാവ് അവസരം നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ അവിടെ നാം കാണുന്ന അവന്റെ പുത്രൻ സകലവും നാമാവശേഷമാക്കിയതിനു ശേഷം ഒന്നുമില്ലാത്തവനായി പന്നികളോടുകൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഇടക്കാലാശ്വാസം കേട്ടിട്ടുണ്ട്. നമ്മൾ സമരമൊക്കെ ചെയ്തേച്ച് ഗ്രാറ്റുവിറ്റിയും ബത്തയും കിത്തയും എല്ലാം കൂടെ ചേർത്ത് എല്ലാം കൂടെ അവസാനം ഒരു 2000 സമരം ഒത്തുതീർക്കുമ്പോൾ അതിനകത്തുള്ളതാണ് ഒരു ഇടക്കാലാശ്വാസം. ഞാൻ അതിന് ഇടക്കാല ശ്വാസം എന്നാ ചിലപ്പോഴൊക്കെ പറയാറുള്ളത്. ഒരു വീർപ്പും മുട്ടിയിരിക്കുന്നവർക്ക് ഒരു ശ്വാസം, ഒരു ഇടക്കാലാശ്വാസവും കൊടുത്ത്, ഒരു ഹെൽപ്പും കൊടുത്ത്, കുറച്ച് ഭക്ഷണവും അരിയൊക്കെ കൊടുത്ത് ഈ മകന്റെ അടുക്കലേക്ക് ഒന്നുമില്ലാതെ പന്നിയോടുകൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ പിതാവ് അയച്ചില്ല. ബാക്കി എല്ലാം ചെയ്തു. അവിടെ അവൻ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, ആരും അവന് ഒന്നും കൊടുത്തില്ല. വഴി വിളച്ചു പോയ ഒരുവന് എൻകറേജ്മെന്റ് ഉണ്ടായിട്ട് അവൻ കംപ്ലീറ്റ് ആയി എന്നേക്കുമായി തകർന്നു പോകത്തക്കവണ്ണം അവന്റെ കുടുംബത്തിലോ അവന്റെ നാട്ടിലോ ഉള്ള ആരും അവന് കൊടുത്തില്ല. നാം ഒരു പിതാവിന്റെ സ്ഥാനത്ത് എങ്ങനെ പ്രവർത്തിക്കണമെന്നാണ് നമ്മെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ മക്കളൊക്കെ ചിലപ്പോൾ അല്പം വഴിതെറ്റി പോയേക്കാം. നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് മനസ്സില്ലെങ്കിലും പട്ടിണി കിടക്കുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ചെറിയ ഒരു ഇടക്കാലാശ്വാസവും കൊടുത്തേക്കാം. കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാലും നമ്മൾ കൊടുക്കും. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, വഴിതെറ്റിപ്പോയ അവനെ ആ ദൈവം മടങ്ങി വരുവാനുള്ള ഒരു അവസരം ഉണ്ടാകേണ്ടതിന് വേണ്ടി അവന് മാനസാന്തരവും അവന് മനസ്സിന് രൂപാന്തരവും വരുന്ന നിമിഷം വരെയും ദൈവം കാത്തുകൊണ്ടിരുന്നു. ഒന്നുമില്ലാതെ പന്നികളോടുകൂടെ ഭക്ഷിപ്പാനും അവന് ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ അവൻ ചിന്തിച്ചു. നാം ചിന്തിക്കുവാൻ അവസരം കൊടുക്കേണ്ടവരാണ്. പിതാക്കളായ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുമ്പോൾ തന്നെ അവർ ചോദിച്ചതൊക്കെയും കൊടുത്തു. അവർ എന്നാൽ തെറ്റായ വഴിയിൽ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ കാര്യത്തിൽ ഒരു കഠിന ഉപദേശമായിട്ട് ചിലർക്കൊക്കെ തോന്നിയേക്കാം. ഞാനൊരു തെറ്റായ നിലയിലല്ല അതിനെക്കുറിച്ച് പറയുന്നത്. തെറ്റായ വഴിക്ക് മുന്നോട്ട് പോകുന്നവന് 7 നിറം വെച്ച് കൊടുക്കാൻ ഒരു മലയാളത്തിൽ ശൈലി. പുറകിൽ നിന്നൊരു ഉന്തിന്റെ കൂടെ ഒരു തള്ളൂടെ നീ കുറച്ചുകൂടെ അങ്ങോട്ട് പിശാച് ചെയ്യുന്ന പോലെ മുന്നോട്ട് പോകുന്നതിന് ഇങ്ങോട്ട് കിട്ടുന്നില്ലെങ്കിൽ അവനെ അങ്ങോട്ട് തള്ളി അവനെ കൊണ്ട് എടുത്തിയാടി എന്തെങ്കിലുമൊക്കെ ചെയ്യിച്ച് നാശത്തിന്റെ വഴിയിലേക്ക് തള്ളിവിടുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ പിതാവ് അത് ചെയ്തില്ല. ആ പിതാവ് നോക്കിക്കൊണ്ടിരുന്നു. എവനെപ്പോഴെങ്കിലും വ്യത്യാസം വരുമെന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അവൻ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ ജീവിതത്തിലൊരു മാനസാന്തരം വന്നു. നമ്മെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടെ നോക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്ത് തന്നെയായിരുന്നാലും നിങ്ങൾക്ക് എത്ര നിങ്ങളെക്കുറിച്ച് പ്രശംസയുണ്ടെങ്കിലും യേശുവിന് സ്വീകാര്യമല്ലാത്ത ജീവിതമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളതെങ്കിൽ പ്രശ്നങ്ങളുടെ നൂലാമാലയിൽ നിങ്ങൾ അകപ്പെടുമ്പോൾ യേശു നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും, എന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ മനം പുതുക്കി രൂപാന്തരപ്പെട്ട അവങ്കിലേക്ക് മടങ്ങി ചെല്ലുവാൻ ഉള്ള ഒരു അവസരത്തിന് വേണ്ടി ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഴി കിടന്ന് നിലവിളിച്ചാലൊന്നും ഉടനെ ഈ ആശ്വാസമൊന്നും വരത്തില്ല. ഞാൻ ആഴമുള്ള കുഴിയിലും ചേറ്റിലുമായി അവിടെ കിടന്നുകൊണ്ട് ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, കർത്താവേ സഹായിക്കണമേ, രക്ഷിപ്പാൻ മറ്റാരും ഇല്ലല്ലോ. ഞാൻ ആഴത്തിൽ നിന്നോട് നിലവിളിക്കുന്നു. അവൻ കർത്താവേ ഞാൻ നിന്നോട് നിലവിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൻ ദൈവത്തോട് നിലവിളിക്കുന്നത് വരെയും പിതാവിലേക്ക് തിരിയുന്നത് വരെയും പിതാവിന്റെ ഭവനത്തിൽ പോകുവാൻ അവനോട് തീരുമാനമെടുത്ത് മനസ്സാന്തരമുണ്ടായി, മനസ്സിന് രൂപാന്തരമുണ്ടായി, ജീവിതത്തിൽ കാണിക്കുന്നത് വരെയും പിതാവ് അടങ്ങിയില്ല. സ്വർഗത്തിലെ ദൈവം അങ്ങനെയാണ് പിതാക്കന്മാരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ മക്കളെ അല്ല ഇവിടെ സൂചിപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവമാണ് പിതാവ്. അവനാണ് നമ്മുടെ പിതാവ്. അവനാണ് നമുക്ക് മാതൃക കാണിക്കുന്നത്. എന്നാൽ അവനെ സഹായിച്ചില്ല എന്നുള്ളതല്ല, ആ കഠിനമായിരിക്കുന്ന കാര്യമല്ല. അവനോട് തീരുമാനമെടുത്തപ്പോൾ ഈ പിതാവിനുണ്ടായ വ്യത്യാസമാണ് ഈ പിതൃദിനത്തിൽ നാം ആഘോഷിക്കേണ്ട വസ്തുത. അവൻ എഴുന്നേറ്റ് ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ പറഞ്ഞുകൊണ്ട് അവൻ പിതാവിന്റെ ഭവനത്തിലേക്ക് യാത്ര തുടങ്ങിയപ്പോൾ അവന്റെ ജീവിതത്തിൽ അവൻ പ്രവൃത്തികളിൽ വ്യത്യാസം വരുത്തിയപ്പോൾ ആ തിന്നുന്ന അടുക്കിൽ കിടക്കുന്ന അടുക്കിൽ നിന്ന് ഒരു നല്ല ജീവിതം വേണം. ഒരു കൂലിക്കാരനാണെങ്കിൽ പോലും പ്രൗഢിയില്ലെങ്കിൽ പോലും ദേശത്തിലെ മഹനീയതയില്ലെങ്കിൽ പോലും എന്റെ പിതാവിന്റെ ഭവനത്തിൽ അംഗമായി പോകുവാൻ ഉള്ള ആഗ്രഹം അവൻ പ്രകടിപ്പിച്ച് എഴുന്നേറ്റ് യാത്ര തുടങ്ങിയപ്പോൾ ദൈവവും എഴുന്നേറ്റ് അവന്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ പിതാവും അവന്റെ അടുക്കലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ഇടയായി തീർന്നു.
ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. അപ്പൊ ഞാൻ ചോദിച്ചോളട്ടെ, ദൈവം നിങ്ങളോട് അകന്നിരിക്കുന്നു, ദൈവം നിങ്ങൾക്ക് നന്മ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുവെങ്കിൽ, നിങ്ങൾ പ്രശ്നത്തിലായിരിക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ എഴുന്നേൽക്കുവാനുള്ള സമയം കഴിഞ്ഞു. മനസ്സ് ഒന്ന് പരിശോധിക്കുവാനുള്ള സമയം കഴിഞ്ഞു. മാനസാന്തരപ്പെടുവാനും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്ന നിലയിൽ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞുള്ള യാത്ര ചെയ്യുവാനും സമയമായി. അവൻ പോയി പറയാണ്, കർത്താവേ, പിതാവേ, നീ എന്നോട് ക്ഷമിക്കണം. പോയപ്പോ ഇങ്ങനെയാണോ പോയത്? ഞാൻ ആർക്കും കീഴ്പ്പെടത്തില്ല, എന്നോട് ആരും ചോദിക്കണ്ട, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും, സ്വത്തൊക്കെയും സ്വരുക്കൂട്ടി വിറ്റ് കാശാക്കി എടുക്കാൻ കുറെ നാളെടുത്തു. എന്നിട്ടാണ് അവൻ യാത്ര ആരംഭിച്ചതെന്ന് ഐ ഡോണ്ട് കെയർ എന്നുള്ള ആറ്റിറ്റ്യൂഡ് കൂടെയാണ് ജീവിച്ചത്. മടങ്ങി വരുമ്പോൾ ഐ ഡു കെയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് മടങ്ങി വരുന്നത്. പിതാവേ, ഞാൻ നിന്നോടും സ്വർഗത്തോടും അവന്റെ തെറ്റുകളെ ഏറ്റുപറയുവാൻ മനസ്സ് കാണിച്ചപ്പോൾ അവൻ കൂടുതൽ അവന്റെ വിഴുപ്പും ഭാണ്ഡവും ഒക്കെ തുറന്ന് പാവങ്ങളെ കുറിച്ച് പറയാൻ പോയപ്പോ കർത്താവ്, ഈ പിതാവ് അത് പറയാൻ സമ്മതിച്ചില്ല. കാരണം അവന്റെ ജീവിതത്തെ ശരിയായി കണ്ടിരുന്നു ഈ പിതാവ്. ഇവൻ ഏതെല്ലാം അടുക്കൽ കൂടെ പോയെന്ന് ആ പിതാവിന് അറിയാമായിരുന്നു. എന്തുകൊണ്ടാണ് പിതാവിന് അറിയാമെന്ന് പറയുന്നത്? അവന്റെ മൂത്ത സഹോദരൻ പറയാണ്, നീ വേശ്യകളോടുകൂടെ തനിക്കുള്ളതൊക്കെയും വിറ്റ് നശിപ്പിച്ച ഇവന് വേണ്ടി നീ ഉത്സവം കഴിക്കുന്നു, എനിക്ക് വേണ്ടി നീ ഒന്നും ചെയ്തില്ല. ജ്യേഷ്ഠൻ അറിയാമായിരുന്ന പിതാവിന് എത്ര അറിയാം? പിതാവിന് നല്ലപോലെ അറിയാമായിരുന്നു. മടങ്ങി വന്നവനെ ആശ്ലേഷിച്ചു. നാം ജീവിതത്തിൽ എത്ര വീഴ്ച നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും, കർത്താവിൽ നിന്ന് എത്രമാത്രം നാം അകന്നു പോയിട്ടുണ്ടെങ്കിലും, എത്ര വലിയ പിന്മാറ്റക്കാരനാണെങ്കിലും, എത്ര വലിയ ധാർഷ്ട്യക്കാരനാണെങ്കിലും, എത്ര വലിയ ഹുങ്കും ഗർവവും അഹങ്കാരവും ദമ്പമുള്ളവനാണെങ്കിൽ പോലും കൃപയിലേക്ക് മടങ്ങി വരുവാൻ തീരുമാനിച്ചാൽ നിന്റെ ജീവിതത്തിൽ ആ പൊടിയൊക്കെ ഒന്ന് മാറ്റി യേശുവിന്റെ ആത്മാവ് അവന്റെ വെളിച്ചം നിന്റെ മേലൊന്ന് പതിക്കുവാനിടയായി തീർന്നാൽ ദൈവത്തിലേക്ക് നീ മടങ്ങി വരുവാൻ ആദ്യത്തെ ചുവട് വെക്കുന്ന നിമിഷം ദൈവം നിനക്ക് വേണ്ടി വരും. നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. എന്തെല്ലാം മാറ്റം വന്നു? അവൻ ഉടുപ്പില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പന്നിയുടെ കൂടെ കിടക്കുന്നതിന് എന്നാ ഉടുപ്പാണ്, പാടവനം നിന്നതിന് എന്നാ വൃത്തിയാണ്. അവൻ പല്ല് തേച്ചിട്ട് അത്ര നാളായി കാണും. പക്ഷേ അവൻ വരുമ്പോൾ പറയും, പിതാവ് പറഞ്ഞ ഒരു കാര്യം എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു, അവനൊരു മേത്തരമായ അംഗീകരിക്കണം. ആ വീട്ടിൽ കളർ കൊണ്ടുള്ള കുപ്പായം കോൺഗ്രസ്സുകാർക്ക് വേണ്ടി പണിത് കാണും, ചെങ്കൊടി കാണും. പക്ഷേ അവിടെ യോസഫിന്റെ കുപ്പായം പ്രത്യേകമായി തുന്നി ആ പിതാവ് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എവനെന്തെങ്കിലും മടങ്ങി വരുമെന്ന് വിചാരിച്ചു. അവൻ പോയപ്പോഴേ അവന്റെ ഷെൽഫൊന്നും കൊട്ടിയടച്ചില്ല, അവന്റെ മുറിയൊന്നും പൂട്ടിയില്ല. അതെല്ലാം ഒരുക്കി ഓരോ ദിവസവും പൊടി തട്ടി മേത്തരമായ അങ്കി അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു. പണിക്കാരനറിയാം ഇവന് വേണ്ടി പിതാവ് കരുതിയ മേത്തരമായ അങ്കി ഏതാണ്. നമ്മെ അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് അനുഗ്രഹങ്ങളെ നമുക്ക് വേണ്ടി കരുതുന്നു. നല്ല കർത്താവ്, നല്ല സ്വർഗ്ഗസ്ഥനായ പിതാവ് നമുക്ക് വേണ്ടി കരുതുന്നാകാൻ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ടതില്ല. അവന്റെ അടുക്കിലേക്ക് മടങ്ങി നടന്നു ചെല്ലേണ്ടതാണ് നമ്മുടെ ജീവിതത്തിലെ ആവശ്യം. അവനെ പിതാവായി സ്നേഹിക്കുന്നവൻ അവൻ എപ്രകാരമുള്ള ഒരു പിതാവായിരിക്കുന്നു അതുപോലെ മഹാമനസ്കതയും വിശാല ഹൃദയമുള്ളവരായിരിക്കണം. ഒരു മേത്തരമായ അങ്കി, ഒരു അങ്കി ഇട്ടാ പോരായിരുന്നു, അതൊന്ന് കുളിച്ചിട്ട് കൊടുത്താൽ പോരായിരുന്നു. അവന്റെ കാലിന് ചെരുപ്പ്, കൈക്ക് മോതിരം. പിന്നെ പറയാണ്, നീ ഒരു കൊഴിപ്പിച്ച കാളയെ ഇറക്കണം. ഏത് കൊഴിപ്പിച്ച കാളയെ? അവന് വേണ്ടി ദൈവം കരുതുന്നു. എനിക്കും നിങ്ങൾക്ക് വേണ്ടി അവൻ സ്വർഗത്തിലും ഭൂമിയിലും സംഗ്രഹിച്ചിട്ടുള്ള സകല അനുഗ്രഹങ്ങളെ നമ്മുടെ മേൽ ആവശ്യമായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. മടങ്ങി വരും, എഴുന്നേൽക്കണം, മാനസാന്തരപ്പെടണം, രൂപാന്തരപ്പെടണം. നിങ്ങളുടെ മാനസാന്തരത്തിന് അടുത്ത പ്രവൃത്തി ഉണ്ടായിട്ട് ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് ഫലം കായ്ക്കാത്തതൊക്കെ മാനസാന്തരത്തിന് തക്കതായ ഫലം കായ്ക്കണം, എഴുന്നേൽക്കണം, ദൈവത്തെങ്കിലേക്ക് മടങ്ങിപ്പോകണം. ക്ഷമ ചോദിക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം. കർത്താവ് പക്ഷേ നിന്റെ വിടുപ്പെല്ലാം കേൾക്കുവാൻ ഇരിക്കുന്നവനല്ല. വായു തുറക്കുന്നതിന് മുമ്പേ പറയുകയാണ്, ഒരു മേഖലമായ അംഗീകരിക്കുക. അവന് വേണ്ടി ചെരുപ്പിട്, അവന് വേണ്ടി അവന്റെ കുടുംബത്തിന്റെ അധികാര ചിത്രമായിരിക്കുന്ന മോതിരം അവന്റെ മേലിട്. അവന് വേണ്ടി ഉത്സവം കഴിക്കുക. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഉത്സവം കഴിക്കുവാൻ ഓരോ ദിവസവും ഒരുങ്ങിയിരിക്കുന്ന സ്വർഗ്ഗസ്ഥനായ ഒരു പിതാവുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിലാണ് അതിന് താക്കോലിരിക്കുന്നത്. നമ്മിലാർ അവങ്കിലേക്ക് മടങ്ങിപ്പോകും. ആർക്ക് ഒരു മാനസാന്തരം ഉണ്ടാകും, ഒരു രൂപാന്തരം ഉണ്ടാകും, ഒരു തീരുമാനം നമ്മൾ ആരെടുക്കും. നമ്മളെ കുറിച്ചുള്ള സ്വർഗം സന്തോഷിക്കുവാനായി ഉറപ്പാണോ? നമ്മളെ കുറിച്ചല്ലേ
അതിനെ കുറിച്ച് അവന് അഭിമാനമുണ്ടെങ്കിലും നമ്മുടെ മാനസാന്തരത്തിനടുത്ത പ്രവൃത്തി ഇല്ലാത്തതുകൊണ്ട് ദൈവത്തിന് നമ്മെ സന്തോഷിപ്പാൻ കഴിയാതിരിക്കുക. നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ വഴികളെയും നോക്കി ഒരു പക്ഷേ ദുഃഖത്തോടെ ഇരിക്കുന്നവനായിരിക്കാം കർത്താവ്. അതിനൊരു മാറ്റം വരുത്തുവാൻ ഇന്ന് പോൽക്കാലം. പിതാവേ, ഞാൻ മാനസാന്തരം. കർത്താവേ, ഞാൻ എൻ്റെ ചുവടുവെപ്പ് നിങ്ങളിലേക്ക് തിരിക്കുന്നു. ഞാൻ മാനസാന്തരപ്പെട്ട് നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ യാത്ര ആരംഭിക്കുന്നു. ദൈവമേ, നീ എന്നോട് ക്ഷമിക്കുന്നു. ഇന്നലെ വരെ ഞാൻ മോശമായിട്ടാണ് ജീവിച്ചത്. നല്ലൊരു ജീവിതം പുതുതായി ആരംഭിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് വേണ്ടി ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവങ്ങൾ നമ്മെ ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറായിരുന്നു. ദൈവത്തിന് സ്തോത്രമായിരുന്നു. Pramod has something to say. Amen. Praise the Lord. ക്ലീനിങ്ങിൻ്റെ ഒരു കാര്യം പറയാനായിട്ടിരിക്കുന്നത്. ഈ മാസം ക്ലീനിങ്ങിന് ജോൺ ലൂക്കോസ് സ്റ്റാൻഡ് കൂടെ ഒരു ഫാമിലിയും കൂടെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഒക്ടോബറിലും ചർച്ച് ക്ലീനിങ്ങിന് ആളായിട്ടില്ല. ആരെങ്കിലും ഇപ്പോൾ നോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അതങ്ങ് ആരെങ്കിലും ഈ മാസം ആരെങ്കിലും ക്ലീനിങ്ങിന് ഉണ്ടോ? ആഴ്ചൻ്റെ ഈ മാസം ഇട്ടാകട്ടെ. ഒക്ടോബർ മാസം തോമസ് ഉച്ചാൻ്റെ കൂടെ ഒരു ഫാമിലി കൂടെ ആവശ്യമാണ്. ഓക്കെ. ഈ ക്ലീനിങ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചർച്ച് തുടങ്ങുന്നതിന് മുമ്പ് നേരത്തെ വന്നിട്ട് ടോയ്ലറ്റ് എല്ലാം ക്ലീൻ ആണോ നോക്കണം. അതോടൊപ്പം സാഞ്ചുറി ചെയർ അറേഞ്ച്മെൻറ്റ്, ചെയറെല്ലാം ക്ലീൻ ആണോ വാക്കും പിടിക്കണം. പിന്നെ നമ്മുടെ കഫ്റ്റീരിയ റൂം എല്ലാം ഒന്ന് ക്ലീൻ ആണോ മേക്ക് ഷുവർ ഇടണം. ഓൾ ത്രാഷ് എല്ലാം എടുത്ത് എംറ്റി ആക്കണം. അതോടൊപ്പം എംറ്റി ബാഗ് റീഫിൽ ഇടണം. ഈ ക്ലീനിങ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടില്ല $60 തന്നാൽ ഞങ്ങൾ ആരെങ്കിലും അറേഞ്ച് ചെയ്ത് ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്യുന്നതായിരിക്കും. ചർച്ച് മൊത്തം എല്ലാ ബാത്റൂമും ടോയ്ലറ്റും എല്ലാം ക്ലീൻ ചെയ്യുന്നതായിരിക്കും. ബാക്കിയുള്ള 3 ആഴ്ചയും നിങ്ങൾ തന്നെ വന്ന് ക്ലാസ് എടുത്ത് എല്ലാം ക്ലീൻ മേക്ക് ഷുവർ ചെയ്യണം ക്ലീൻ ആണോ എന്ന്. ഇതാണ് ക്ലീനിങ്ങിനെ പറ്റി പ്രത്യേകം പറയാനുള്ളത്. എല്ലാവരും മേക്ക് ഷുവർ ചെയ്യുക ക്ലീൻ ആണ്, ചർച്ച ക്ലീൻ ആണ്. നിങ്ങളോട് കൃഷിയുടെ കാര്യത്തിൽ സഹകരിച്ചാലും ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ് ജീസസ്. ദൈവത്തിന് സ്തോത്രം. ഈ സമയത്ത് രാജുകൊച്ചുമൻ ശബ്ദമെടുത്തി പ്രാർത്ഥിക്കും. ജീവനുള്ളവരുടെ ദേശത്ത് ഞങ്ങളെ കർത്താവേ നീത്രത്തോളം ആരോഗ്യത്തോടും ബലത്തോടും സൗഖ്യത്തോടും കൂടെ ഞങ്ങളെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും നന്ദിയോടെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങളുമായി ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവെ ഞങ്ങൾ നിനക്ക് നന്ദി കരയുന്നു. രാവിലെ സമയം അനേക കർത്താവെ വിഷയങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുണ്ടായി. ആ വിഷയങ്ങളെല്ലാം ഒരു പ്രാവശ്യം സൗഖ്യമില്ലാതിരിക്കുന്ന സഹോദരിക്കായി വീണ്ടും പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഇതും എന്താണെന്ന് ഞങ്ങൾ അറിയത്തില്ല. അതിനെ കർത്താവെ അവിടുത്തെ അതിന്റെ ആവശ്യത്തോടനുബന്ധിച്ച് കടന്നു വന്ന സഹോദരനായി പ്രാർത്ഥിക്കുന്നു. ഇടയായുള്ള കർത്താവെ രാജ്യത്ത് സഹോദരിയെ കാണുവാനായിട്ട് ഇങ്ങനെ അവസരം ലഭിച്ചത് ഓർത്ത് കർത്താവെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാട്ടിലെ കടന്നുപോയ അനിയനും കുടുംബവും കർത്താവെ അത് എല്ലാ ശുശ്രൂഷകളൊക്കെ നല്ല ഭംഗിയായി പിതാവിന്റെ വേർപാടിനോടുള്ള ബന്ധത്തിൽ സമാധാനത്തോടെ കടന്നു വരുവാൻ അവിടെ ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നാട്ടിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭംഗിയായി നടക്കുവാൻ കർത്താവ് കൃപയിതനായി നന്ദിയോടെ ഞങ്ങൾ അതിനെ സ്തുതിക്കുന്നു. കർത്താവെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ ആവശ്യങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ അവിടുത്തെ ദൈവദാസന്മാർ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ അനേക പ്രാവശ്യം തെറ്റിപ്പോയ പത്രോസിനെ കർത്താവ് അവനെ വീണ്ടെടുത്ത് റെസ്റ്റോർ ചെയ്ത് കർത്താവെ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കാക്കിയ ദൈവകൃപയെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എന്നാൽ മറ്റുള്ള സുവിശേഷ വേലയിൽ ബാധിക്കുമെങ്കിലും അവനെ രണ്ടാമത് വിളിച്ചു കർത്താവെ സുവിശേഷ വേലയിൽ കർത്താവെ ഒരു സെക്കൻഡ് ചാൻസ് കൊടുത്ത് ഒരു സെക്കൻഡ് ചാൻസിന്റെ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷം എഴുതുവാൻ അവിടെ ഇടയാക്കിയത് ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ അവയെ സ്തുതിക്കുന്നു. കർത്താവെ ആ നശിച്ചുപോയ ആ പുത്രന്റെ കർത്താവെ ആ പിതാവ് സ്നേഹത്തോടുകൂടെ കർത്താവെ തന്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ച് അവനെ ഏറ്റവും മനോഹരമായി സ്വീകരിച്ച് അവനെ സ്വന്തം ഭവനത്തിലേക്ക് കൈക്കൊണ്ട ആ പിതാവ്
കഠിനാധ്വാനങ്ങളെ കർത്താവ് അറിയുന്നതോർക്ക് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മാതാക്കൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഈ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാ കുടുംബങ്ങളിലും സമാധാനം പകരണമേ, സന്തോഷം പകരണമേ, സൗഹൃദം പകരണമേ, ഐശ്വര്യങ്ങളെ കർത്താവേ നീ അവർക്ക് ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയിലെ എല്ലാ കുഞ്ഞുങ്ങളും ഉന്നത വിദ്യാഭ്യാസമുള്ളവരായി ഈ ദേശത്ത് ജീവിക്കാൻ നീ അവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഒരു പ്രാവശ്യം കൂടെ കൊടുക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ അനുഗ്രഹങ്ങളും സഹവാസവും പരിപാലനവും നാം എല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ ഒരുവരെയും ഇരിക്കുമാറാണ്. നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ.